ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഗ്ലോയിങ് സ്കിൻ എന്ന് പറയുന്നത്, ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത്, റിങ്കിൾസ് ഇല്ലാതെ പാടുകളൊന്നുമില്ലാത്ത സ്കിൻ എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ് ആകുമ്പോഴേക്കും നമ്മളുടെയൊക്കെ ഒരു വലിയ ആങ്സൈറ്റി ആണല്ലേ. നമ്മളെപ്പോഴും ആലോചിക്കും, കൊറോണ ഉണ്ടായിരുന്ന കാലം നന്നായിരുന്നു, ഫേസിൽ മാസ്ക് വെച്ച് നടക്കാമായിരുന്നു എന്നൊക്കെ ആഗ്രഹിക്കുമല്ലേ നമ്മൾ. അങ്ങനെയൊന്നും വിചാരിക്കാതെ നമ്മളുടെ ഫേസ് നല്ല ക്ലീൻ ആയിട്ട് കിട്ടാൻ അധികം 5,000 6,000 ഒന്നും കൊടുക്കാതെ നമ്മളുടെ ഫേസിലേക്ക് ഇടാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ നമ്മളുടെ കിച്ചണിൽ തന്നെയുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് പ്രയോജനം കിട്ടുന്ന കുറച്ച് കിച്ചൺ റെമഡീസ് ആണ്. 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. സോ ക്ലിയർ ആയിട്ട് ചെയ്യണം, ഞാൻ പറയുന്ന പോലെ ചെയ്യൂ, നമുക്ക് ഉറപ്പായിട്ടും ഒരു നല്ലൊരു പ്രയോജനം കിട്ടുന്നതാണ്. ഒരുപാട് പേരുടെയും സങ്കടമാണ്, നമ്മുടെ സ്റ്റോറിലുള്ള പ്രോഡക്റ്റുകൾ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ബഡ്ജറ്റ് ഇല്ല. ബഡ്ജറ്റ് ഉണ്ടാകുന്നവരെ നോക്കിയിരിക്കാനുള്ള ക്ഷമയില്ല, എത്രയും പെട്ടെന്ന് കയ്യിൽ കിട്ടണം പ്രോഡക്റ്റ് എന്ന ആഗ്രഹമാണ്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നിങ്ങൾ എന്നെ അത്രയും അക്സെപ്റ്റ് ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രതീക്ഷകളെയും നിങ്ങളുടെ സ്നേഹത്തെയും എപ്പോഴും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഞാൻ എപ്പോഴും അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാം. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സോ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും തന്നെ സ്പോയിലാകാതെ നല്ല ഒരു പ്ലാറ്റ്ഫോമായിട്ട്, നല്ല ഒരു ചാനലായിട്ട് ഇതൊരു ഫാമിലി പോലെ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മളെപ്പോഴും പോസിറ്റിവിറ്റി മാത്രമേ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഈ ഏജിൽ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് കൊണ്ടൊക്കെ ഒരുപാട് എയിമുണ്ട്. നമ്മൾക്കത് വീഡിയോ കണ്ടിട്ട് പറയാം. നമ്മൾക്ക് ആദ്യം ഈ 7 ദിവസം എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിനെ പാടുകളൊന്നുമില്ലാത്ത ഗ്ലാസ് സ്കിന്നാക്കി, ചുളുക്കങ്ങളും ചുളിവുകളും ഒന്നുമില്ലാത്ത നല്ല പെർഫെക്റ്റ് സ്കിന്നാക്കി കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം, മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യണം. ഞാൻ എല്ലാം തന്നെ ഇന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഫേസിൽ മേക്കപ്പ്, ലിപ്സ്റ്റിക് ഒന്നും തന്നെ ഞാൻ ഇട്ടിട്ടില്ല. എന്നാലും നമുക്ക് ഈ ഒരു പ്രൊസീജിയർ, ഈ 7 ഡേ സ്കിൻ ചലഞ്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് സ്കിന്നിനെ ഒന്ന് നറിഷ് ചെയ്ത് ക്ലീൻ ചെയ്യാനാണ്. അതിനുവേണ്ടി നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത് നോക്കാം. സ്കിൻ നറിഷിങ് ആൻഡ് ക്ലീനിങ് ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. നിങ്ങൾക്ക് അരി കഴുകിയ വെള്ളം വേണമെങ്കിലും എടുക്കാം. അരിപ്പൊടിയിലേക്ക് നമ്മൾക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വാട്ടർ, നല്ല ഉപ്പൊന്നും ഇല്ലാത്ത ഡിസ്റ്റിൽഡ് വാട്ടർ പോലെ നല്ല തെളിഞ്ഞ വാട്ടർ, അതായത് ശുദ്ധമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തെളി ഇങ്ങനെ മേളിൽ തെളിഞ്ഞു വരും. നമുക്കൊരു 5-10 മിനിറ്റ് അങ്ങനെ വെച്ചേക്കാം. അത് കഴിഞ്ഞ് നല്ല കോട്ടൺ പാഡ് അതിലേക്ക് മുക്കി നമ്മൾക്ക് എടുക്കാം. നമുക്ക് ഈ കോട്ടൺ പാഡ് അധികം പിഴിയേണ്ട കാര്യമില്ല. ഫേസിലൊക്കെ ഒലിക്കാതിരിക്കാനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞാൽ മതിയാകും. നന്നായിട്ട് ഇത് വെച്ച് തുടയ്ക്കുക. ഇനി ഇത് പറ്റില്ല എന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലെടുക്കാം. നിറയെ പേർക്കും പാൽ അലർജി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ മുക്കിയിട്ടെടുക്കാം. പറ്റുന്ന അത്രയും കണ്ണിനടിയിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാം. നല്ല സുഖമാണ്. റോസ് വാട്ടറിൻ്റെയും റൈസ് വാട്ടറിൻ്റെയും ഒക്കെ മിക്സ് അല്ലേ ഇത്. അപ്പോൾ കണ്ണിനടിയിലുള്ള കറുത്ത പാട് പോകാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 പാട് ഇങ്ങനെ മുക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുന്നതും നല്ലതാണ്. നല്ലതായിട്ട് തുടച്ചെടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഫേസ് എത്രത്തോളം ഒരു ഗ്ലോ ആകുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഫേസിൽ എന്ത് ചെയ്താലും കഴുത്തിലും കൂടെ ചെയ്യാൻ മറക്കരുത്. കഴുത്തും നന്നായിട്ട് തുടച്ചു കൊടുക്കുക. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ടുള്ള കോട്ടൺ പാഡ് കൊണ്ട് നിങ്ങൾക്ക് തുടച്ചത് ഈ വെള്ളത്തിനെ ഒന്ന് മാറ്റിയെടുക്കാം. ക്ലീനിങ് ഓവർ. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് ആൻറ്റി ഏജിങ് സ്കിൻ കെയറിൽ ചെയ്യുമ്പോൾ ഒരുപാട് ലൈറ്റായിട്ട് തിന്നായിട്ട് ഫേസിൽ ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ലൈറ്റായിട്ട് ഇടുമ്പോൾ ഡ്രൈ ആകാൻ വരെ വെക്കുകയും ചെയ്തു കേട്ടോ. ഡ്രൈ ആകാതെ നമ്മൾക്കതിനെ ഉരച്ച് നമ്മുടെ സ്കിന്നെ കൂടുതൽ ഡാമേജ് ആകത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും കുറച്ച് തിക്ക് പാക്ക് ഇടാനാണ് ഞാൻ പറയാറുള്ളത്. ക്രീം പാക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റായിട്ടോ തിക്കായിട്ടോ നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം. ഇങ്ങനെ പൗഡേഴ്സൊക്കെ പാക്കായിട്ട് ഇടുമ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ ഇടാൻ ശ്രമിക്കുക. പിന്നെ അത് ഒരുപാട് ഉണങ്ങുന്നിടം വരെ ഫേസിൽ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ട. നിങ്ങളൊരു 10 മിനിറ്റ് ടു 15 മിനിറ്റ് ഇട്ടാൽ മാത്രം മതിയാകും. ആഴ്ചയിൽ 1-2 ദിവസം മാത്രം ഇട്ടാൽ മതി. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന 7 ഡേ സ്കിൻ ചലഞ്ചാണ്. നിറയെ പേർക്ക് അതൊരു ഡൗട്ടുണ്ട്, 1-2 ദിവസം മാത്രം ഇട്ടാൽ മതി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ സ്കിൻ ചലഞ്ച് ചെയ്യുമ്പോൾ ദിവസം ഇടാൻ പറയുന്നല്ലോ. ഇതൊരു സ്കിൻ ചലഞ്ചാണ്. ഓക്കെ, നമ്മൾ 7 ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഫേസിന് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് നമ്മൾക്കൊരു ഫേസ് പാക്കാണ് രണ്ടാമതായിട്ട് തയ്യാറാക്കുന്നത്. 1 സ്പൂൺ കടലമാവും,
അര സ്പൂൺ ബീട്രൂട്ടിന്റെ പൗഡറുമാണ്. ഇതിലേക്ക് നമ്മൾക്ക് ഒരു 5-6 ഡ്രോപ്പ് ആവണക്കെണ്ണ കാസ്റ്റർ ഓയിൽ ഒഴിക്കാം. പിന്നെ നമ്മൾക്ക് ഒരു 1/4 ടീസ്പൂൺ ഹണിയും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ഹോം മെയ്ഡ് റോസ് വാട്ടറും കൂടെ ഒഴിച്ചാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ 7 ഡേയ്സ് സ്കിൻ ബ്രൈറ്റനിങ് ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ടുള്ള നമ്മളുടെ ഫേസ് പാക്ക്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് 2 മിനിറ്റ് വെച്ചതിന് ശേഷം ഫേസിലിടാം. അപ്പോൾ നമ്മൾക്ക് ഫേസ് പാക്ക് ഇടാം. നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. ആ ഫേസ് പാക്ക് നമ്മൾക്ക് ഫേസിലേക്ക് ഇടാം. ഈ ഫേസ് പാക്ക് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പ്രോഡക്ട്സ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറും സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലും കോൺടാക്ട് ചെയ്യൂ. അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സും ഇതുപോലത്തെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡൗട്ടും അവിടെ ചോദിക്കണം കേട്ടോ. ഇവിടെ വീഡിയോയിൽ ചോദിച്ചാൽ ഞാൻ പറയില്ല. ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാൻ പാടില്ല, സംസാരിക്കരുത്. ഞാൻ വീഡിയോയുടെ ഇടയിൽ കമൻറ്റിന് റിപ്ലൈ ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള മറുപടി പറയാത്ത എന്താണെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് വാങ്ങുന്നവരും വാങ്ങാത്തവരും ഒക്കെ വീഡിയോ കാണുന്നതാണ്. അപ്പോൾ ആരെയും മനസ്സ് വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ്. നിങ്ങൾക്ക് നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അല്ലെങ്കിൽ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ ഉറപ്പായിട്ടും റിപ്ലൈ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾക്കൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് ഞാൻ ഫേസിൽ വെച്ചിട്ടുണ്ട്. ഞാൻ യൂഷ്വലി 10 മിനിറ്റാണ് വെക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിനെ ഒന്ന് മാറ്റാം. ഇതുപോലെ റോസ് വാട്ടറിൽ മുക്കി വെച്ച, ഇത് ഹോം മെയ്ഡ് റോസ് വാട്ടറാണ്, നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. മുക്കി വെച്ചൊരു പാട് വെച്ചിട്ട് നമുക്ക് പതുക്കെ ഒന്ന് തുടച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി അമക്കി തുടയ്ക്കണ്ട. ഇനി നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ തുടച്ചാൽ മതിയാവും. ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സോ ഇത് നമുക്ക് 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നിങ്ങൾക്ക് 50 വയസ്സിൽ നിന്ന് 40 വയസ്സിലോട്ട് ഒരു 10 വയസ്സ് കുറച്ച് തോന്നും, ഉറപ്പാണ്. സോ ചെയ്ത് നോക്കുക. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നത് നമ്മളുടെ സ്റ്റോറിലുള്ള റിജുനുവേറ്റ എന്ന് പറഞ്ഞ മോയ്സ്ചറൈസർ ഇടുവാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അലോവേറ ജെൽ വേണമെങ്കിൽ ഇടാം, റെജിനുവേറ്റ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ. പക്ഷെ പച്ച കളർ അലോവേറ ജെൽ ഇടാതിരിക്കുക, വൈറ്റ് കളർ അലോവേറ ജെൽ തന്നെ ഇടുക. നമ്മുടെ സ്റ്റോറിൽ ഹോം മെയ്ഡ് അലോവേറ ജെൽ അവൈലബിൾ ആണ്. സോ ആവശ്യത്തിന് മോയ്സ്ചറൈസർ ഇടുക. ഇതാണ് ഞാൻ നമ്മളുടെ റെജിനുവേറ്റ ആണ് ഇടുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കണ്ണിനടിയിലാണ്. നമ്മളുടെ ശരീരത്തിന് കുറച്ച് ഏജ് ആകാൻ തുടങ്ങിക്കഴിയുമ്പോൾ വിസിബിൾ ആയിട്ട് ചേഞ്ചസ് കാണുന്ന ഒരു ഭാഗം, പെട്ടെന്ന് ചുളിവ് വരുന്ന ഒരു ഭാഗം കണ്ണിനടിയിലും കണ്ണിന് ചുറ്റുമൊക്കെയാണ്. കണ്ണിന് ചുറ്റും പഫിനെസ്സും ഒക്കെ ഏജിന്റെ ഒരു ഭാഗമാണ്. ഇഷ്ടം പോലെ റെജിനുവേറ്റ നിങ്ങൾ വാരിക്കോരി ഇട്ടോളൂ. അപ്പോൾ നമ്മളുടെ 7 ഡേയ്സ് ചലഞ്ച് സ്കിൻ കെയർ റൊട്ടീൻ ഇതാണ്. 7 ഡേയ്സ് നിങ്ങൾ ചെയ്ത് നോക്കൂ. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു ലുക്കിന് വേണ്ടി ലൈറ്റായിട്ട് ലിപ്സ്റ്റിക്കും കൂടി ഇടാം. ലിപ്സ്റ്റിക് ഇടാൻ ഈസി, ജസ്റ്റ് ഇവിടെ നിന്ന് ടച്ച് ചെയ്യുക, ഇപ്പുറത്ത് ജസ്റ്റ് വരച്ചാൽ മതി. നമ്മളുടെ ഫേസ് ഓൾമോസ്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക് ഇട്ട് തന്നെ നമുക്ക് പുറത്തു പോകാൻ പറ്റും. പ്രത്യേകിച്ച് മേക്കപ്പോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഐബ്രോ ഒന്ന് ടച്ച് ചെയ്യുക. ഞാൻ ഐബ്രോ ഐലാഷസ് ജെല്ല് രാത്രി കിടക്കുന്നതിന് മുന്നേ ഇടാറുണ്ട്. നമ്മുടെ സ്റ്റോറിലുള്ള ഐബ്രോ ഐലാഷസ് ജെല്ല് ജസ്റ്റ് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തേക്കുകയാണ് ചെയ്യുന്നത്. ഇട്ട് കാണിക്കാം. ഇത്രയും മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഇത്രയും എടുത്തിട്ട് കുറച്ചിങ്ങനെ എടുത്തിട്ട് കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്യുക. അത്രേ ഉള്ളൂ. അതുപോലെ ഇപ്പുറത്തെ കയ്യിലും. കണ്ണിനും ഭയങ്കര സൂത്തിങ് ആണ്. പിന്നെ നമുക്ക് ഐബ്രോയിൽ തേക്കാം. ഫൈൻ. ഓക്കെ, നമ്മളുടെ സ്കിൻ കെയർ കംപ്ലീറ്റ് കഴിഞ്ഞു. സോ ഇതുപോലെ 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും. സ്കിൻ കെയർ നമ്മൾ സ്കിൻ കെയർ എന്ന് പറയുന്നത് 5000 റുപ്പീസ് കൊടുത്ത് ചെയ്യുന്നതും അല്ലാതെ ചെയ്യുന്നതും ഒക്കെ തന്നെ സ്കിൻ കെയർ തന്നെയാണ്. ഓക്കെ,
നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ടെൻഷൻസിൻ്റെ നോട്ടൊക്കെ നമ്മളുടെ ശരീരത്തിൽ നിന്നും നമ്മളുടെ തലയിൽ നിന്നൊക്കെ പോകും. ടെൻഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മളുടെ ശരീരത്ത് ടോക്സിൻസ് ഉണ്ടാകുകയാണ് ചെയ്യുക, അതായത് വിഷാംശം ഉണ്ടാകുകയാണ് ചെയ്യുക അല്ലേ. ആ ടോക്സിൻസ് ഒക്കെയും നമ്മൾക്ക് ഫേസിലേക്കാണ് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, മെലാസ്മ ആവട്ടെ, കരിമെങ്കിലിമാവട്ടെ, പിമ്പിൾസ് ആവട്ടെ എല്ലാം തന്നെ കൊണ്ടിടുന്നത്. അതുപോലെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുന്നത്, നമ്മുടെ കൈയൊക്കെ വലിഞ്ഞിട്ട് നിവർക്കാൻ പറ്റത്തില്ലാതെ പോകുന്നതൊക്കെ ഹൈഡ്രേഷൻ ഇല്ലാതെ പോകുന്നു. ടെൻഷനൊക്കെ ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാൻ ഒരിക്കലും മറക്കരുത്. നമ്മുടെ ദഹനം, അതാണ് ഈ ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്ന സാധനം. നമ്മളുടെ ദഹനം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ട് ജ്വലിച്ചിരിക്കും. പക്ഷേ നമ്മൾ ഈ സ്കിൻ പാക്കുകളും നമ്മൾ ഈ ഫേസ് പാക്കുകളും ഫേസ് ക്രീമുകളും ഒക്കെ നമ്മളുടെ സ്കിന്നിൻ്റെ ഫസ്റ്റ് ലെയറിലോട്ടാണ് ഇട്ട് കൊടുക്കുക. അത് അതിൻ്റെ തൊട്ട് താഴെയുള്ള ലെയർ വരെയും അബ്സോർവ് ചെയ്തിട്ട് നമുക്കൊരു പ്രകാശം തരും. പക്ഷേ സ്കിന്നിന് എത്ര ലെയർ ഉണ്ടെന്നറിയാമോ? അപ്പോൾ ആ ലെയറിലേക്കൊക്കെ നമ്മളുടെ വയറ്റിൽ നിന്നും വരുന്ന മിനറൽസും വിറ്റമിൻസും ഫ്രൂട്ട്സിൻ്റെ എസൻസും ഒക്കെയാണ് നമുക്ക് ഒറിജിനലായിട്ടുള്ള കളറിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ, നിലനിർത്താനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നല്ല ഫുഡും ഫ്രൂട്ട്സും ഒന്നും കഴിക്കാൻ മറക്കരുത്. എന്ന് വെച്ച് വില കൂടിയ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്കൊക്കെ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ചക്കപ്പഴമൊക്കെ കഴിക്കാം. ഞങ്ങൾക്കിവിടെ ചക്കപ്പഴം കഴിഞ്ഞ ദിവസം നമ്മൾ 1/4 കിലോ 250 രൂപ, 1/2 കിലോ 400 രൂപ എന്നാണ് വാങ്ങിച്ചത്. പക്ഷേ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അത് വളരെ കുറവായിരുന്നു. ഇത്രയും പേർക്ക് ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ 1/2 കിലോ നമുക്കൊന്നുമല്ല. നമുക്കൊരു പീസായിട്ടൊന്നും ജാക്ക് ഫ്രൂട്ട്, ചക്കപ്പഴം ഇവിടെ കിട്ടില്ല. അവർ ഉരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പീസ്, ഒരു ചക്കച്ചോളയില്ലേ, അങ്ങനെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതാണ് ഈ 1/4 കിലോ എന്നൊക്കെ പറഞ്ഞ് തരുന്നത്. നല്ല സ്വീറ്റ് ആയിട്ടുള്ളതായിരുന്നു എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സും കഴിക്കാൻ ശ്രമിക്കുക. നിറയെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചിയാ സീഡ് ഇട്ട വെള്ളം കുടിക്കുക, പെരുംജീരകം ഇട്ട വെള്ളം കുടിക്കുക, ജീരകം ഇട്ട വെള്ളം കുടിക്കുക. അങ്ങനെ കുറേ വാട്ടേഴ്സ് കണ്ടുപിടിക്കുക കുടിക്കാനുള്ള. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള ദഹനം കൂടും അതൊക്കെ കഴിക്കുമ്പോഴേക്കും. ഇഞ്ചിയിട്ട വെള്ളം കുടിക്കുക, ഓരോ ദിവസം മാറ്റി മാറ്റി. ദഹനശക്തി കൂടുമ്പോഴത്തേക്കും നമ്മുടെ വയറ്റിലുള്ള എല്ലാ വിഷാംശങ്ങളും പുറന്തള്ളിയും വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകുന്നതിലൂടെയും എല്ലാം നമുക്ക് ആ ടോക്സിൻസ് പുറത്തള്ളുമ്പോൾ നമ്മളുടെ ഫേസ് നല്ല പ്രകാശമുള്ളതായി മാറും. അപ്പോൾ നമുക്ക് പുതിയൊരു ജീവിതം കിട്ടുന്ന പോലെ തോന്നും. എന്തൊക്കെ ബാഡ് ന്യൂസ് അല്ലേ നമ്മൾക്ക്. ഞാൻ പക്ഷെ അതൊന്നും വെച്ച് കാണാറില്ല. എല്ലാവരും പറയുന്ന കേൾക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. പക്ഷേ ചില സമയത്ത് അത്യാവശ്യമുള്ള ന്യൂസുകൾ കാണാറുണ്ട്. ഓക്കെ, അന്ന് പറഞ്ഞ പോലെ. എന്നാലും കുറേ പേര് മനസ്സ് വിഷമിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നു. അല്ലെങ്കിൽ കുറേ പേര് മനസ്സിന് കട്ടിയില്ലാതെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു. വർക്ക് ലോഡ് കൊണ്ടാവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് കൊണ്ടാവാം, ഇമോഷണൽ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊക്കെയും ആ ഒരു പീരീഡ് ഓഫ് ടൈമിലുള്ളത് മാത്രമാണെന്ന് മനസ്സിലാക്കി ജീവിതത്തിന് അതിനനുസരിച്ച് പെരുമാറാൻ നമുക്ക് പറ്റണം. ഓക്കെ, ഇതുപോലത്തെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ജീവിതത്തിന് പുതിയ അർത്ഥം ഉണ്ടാകുകയും നമ്മളുടെ ടെൻഷൻസൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മറന്നു പോകും. കുറച്ചൊക്കെ നല്ലോണം ഒരു വ്യത്യാസമുണ്ടാകും. നമ്മൾ ആ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഒന്നും ആലോചിക്കത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞെന്നും പറഞ്ഞ് ഇടുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട കേട്ടോ. നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോഴും നമ്മൾ ഇതുപോലത്തെ സ്കിൻ കെയർ റൊട്ടീനൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേഷനാണ് നമുക്ക് കിട്ടുക. അത് നമ്മളിലേക്ക് തന്നെ ശ്രദ്ധിക്കുന്നത്, അതായത് ഒരു പോയിന്റിലോട്ട് തന്നെ ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾക്ക് കുറേ റിലാക്സേഷൻ തരും. അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ട് ശ്രമിക്കണം. ടെൻഷൻസ് ഒക്കെ ഉണ്ടാകുമ്പം ചിലരൊക്കെ സ്പിരിച്വലായിട്ട് പോകും. വീട് സ്പിരിച്വലായിട്ട് ഡെക്കറേറ്റീവ്. ഐ വിൽ ഡു ദാറ്റ്. ഓക്കെ, ഞാനത് ചെയ്യാറുണ്ട്. I usually will conduct all the ceremonies, all the pujas, all the occasions and all I will celebrate. എനിക്കത് ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന പോലെയും ഭയങ്കര നൊസ്റ്റാൾജി കണക്ഷനാണ് വിത്ത് എൻ്റെ അമ്മൂമ്മയായിട്ട്, എൻ്റെ മുത്തശ്ശിയായിട്ടൊക്കെ ഭയങ്കര കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കടമപ്പെട്ടിട്ടുള്ളത് എൻ്റെ അമ്മയോടാണ്, മുത്തശ്ശിയോടാണ്. അപ്പോൾ ഞാൻ അവരുമായിട്ട് അവരുടെ കൂടെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കൂടെ ഒക്കെ ജീവിച്ച കാലങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു എൻ്റെ ലൈഫിൽ. നമുക്കത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ബട്ട് ആ ഓർമ്മകൾ നമ്മളുടെ കയ്യിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ഓർമ്മകൾ ആയിട്ടൊരു ടച്ച് കിട്ടുകയും നമ്മൾക്കൊരു നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുകയും നമ്മളുടെ കുറേ ടെൻഷൻസ് നമുക്ക് മാറി കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ ജീവിക്കാനൊരു ഹോപ്പ് കിട്ടും. അതാണ് നമ്മളുടെ സ്പിരിച്വൽ ബിലീഫിൻ്റെ പിന്നിലുള്ള രഹസ്യം. നമുക്ക് പ്രതീക്ഷകൾ തരുന്നതാണ് പ്രാർത്ഥന അല്ലേ. നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ദൈവത്തിനോട് ഇത്ര ലക്ഷം കൊണ്ട് തരാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ടോ? പക്ഷെ ജീവിതം മുന്നോട്ട് എല്ലാം മാറ്റിത്തരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനനുസരിച്ചൊരു പ്രവൃത്തി ഉണ്ടാകും നമ്മളുടെ കയ്യിൽ, നമ്മൾ പോലും അറിയാതെ.
ഓക്കെ, അങ്ങനെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ, എന്തെങ്കിലും കടുത്ത തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഒന്ന് ആലോചിക്കണം, അത് നമ്മളുടെ മാത്രം തീരുമാനമാണ്. നമ്മളെ ചുറ്റിപ്പറ്റി ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്. ഇനി നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണെങ്കിൽ തന്നെ നമ്മൾ ഇല്ലാതാകുമ്പോൾ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. എന്തിനാണ് നമ്മൾ ജീവിച്ചിരുന്ന കാലത്ത് അത്രയും സന്തോഷവും പ്രതീക്ഷകളും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് മരിച്ചു കഴിഞ്ഞ് നമ്മൾ ഒരു സങ്കടം അവർക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവരെ ജീവിതകാലം മൊത്തം നമ്മൾ സങ്കടത്തിലോട് തള്ളിവിടുകയാണെന്നുള്ളത് മറക്കരുത്. അതുകൊണ്ട് കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ സ്കിൻ കെയർ ചെയ്യൂ, ഹെയർ കെയർ ചെയ്യും. പ്രത്യേകിച്ച് മെനോപ്പസ് പീരീഡിൽ ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ കയറി വരും. നമ്മളെ മക്കൾക്ക് വേണ്ട, നമ്മളിപ്പോൾ മക്കൾ നമ്മളെ പഴയ പോലെ മൈൻഡ് ചെയ്യുന്നില്ല, റെസ്പെക്ട് ചെയ്യുന്നില്ല, അവർക്ക് അവരുടെ കാര്യമായി, ഇതൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനൊന്നും അല്ല. നമ്മൾക്കും അങ്ങനെ ഒരു പീരീഡ് ലൈഫിലുണ്ടായിരുന്നു അല്ലേ? നമ്മളുടെ സ്വപ്ന ലോകത്ത് പറന്ന് നടക്കുന്ന സമയത്ത് അമ്മയച്ഛനും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് അത്ര അവരവിടെ എന്നുള്ളൊരു കോൺഫിഡൻസ് ആണത് അല്ലേ? അത് നമ്മളുടെ കുട്ടികൾക്കും ആ കോൺഫിഡൻസ് തന്നെയാണ്. നമ്മൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും ഉണ്ട്. അല്ലാതെ അവർ നമ്മളെ മറന്നിട്ടോ ഒന്നും അല്ല എന്നുള്ളത് മനസ്സിലാക്കി കുറച്ച് ക്ഷമയോടെ അവരുടെ ആ ഒരു ടീനേജ് പീരീഡൊക്കെ കഴിയുന്നവരെയൊക്കെ ഇത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഒരു കോൺഫിഡൻസോടെയും പോസിറ്റിവിറ്റിയോടെയും പ്രതീക്ഷകളോടെയും ജീവിക്കുന്നത് വളരെ സൗന്ദര്യമുള്ള ഒരു ലൈഫാണ്. ഓക്കെ, നമ്മുടെ ലോകത്തിനെ നമുക്ക് മനോഹരമാക്കാം. നമുക്ക് ഈ ലോകത്തിനെ മൊത്തം മനോഹരമാക്കാനോ ലോകത്തുള്ള ആൾക്കാരെയൊക്കെ മനോഹരമാക്കാനോ പറ്റില്ല. അവരെയൊക്കെ നല്ലവരാക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. നമ്മൾ നമ്മളെ നല്ലവരാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചുറ്റിനും നല്ലത് മാത്രം നടന്നുള്ളൂ. നമുക്കത് മതിയല്ലോ. നമ്മളുടെ ലോകം വളരെ ചെറുതാണ്, ഈ ലോകം വളരെ വലുതാണ് അല്ലേ? അപ്പോൾ നമ്മളുടെ ചുറ്റിനുമുള്ള ആ ഒരു ലോകത്തിന് സന്തോഷമായിട്ടും സമാധാനമായിട്ടും കൊണ്ടുപോകുക എന്നുള്ളത് അത് ഏത് രീതി വേണേലും നമുക്ക് തിരഞ്ഞെടുക്കാം. സ്പിരിച്വൽ ആകാം, മൂവി കാണുന്നതാകാം, പാട്ട് കേൾക്കുന്നതാകാം, സ്കിൻ കെയർ ചെയ്യുന്നതാകാം, നല്ല ഡ്രസ്സ് ഇടുന്നതാകാം, നല്ല ഭക്ഷണം കഴിക്കുന്നതാകാം. സോ എനിവേ ഐദർ ദിസ് വേ ഓർ ദാറ്റ് വേ വി ഹാവ് ടു കറക്റ്റ് അവർ സറൗണ്ടിങ്സ് അല്ലേ? അത് നമ്മളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നമുക്ക് പറ്റില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ ടെൻഷൻ തരുന്നു, നമ്മളെ സെൽഫ് റെസ്പെക്റ്റിനെ അവിടെ മാനിക്കപ്പെടുന്നില്ല, നമ്മളുടെ ഒരു പ്രസൻസ് അവിടെ ആവശ്യമില്ല എന്നുള്ള സ്ഥലത്ത് അവിടെ നിൽക്കാൻ പോരുത്. അവിടുന്ന് മാറിയേക്കുക. നമ്മൾ സൈലൻ്റ് ആയിട്ട് പോസിറ്റീവ്, അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി മാറാതെ പോസിറ്റീവായിട്ട് അങ്ങ് മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് പെട്ടെന്ന് മറന്നു നോക്കോളും. അതേസമയം പ്രശ്നങ്ങൾ ഉണ്ടാക്കി മാറുമ്പോൾ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരൊന്നും നമ്മളെക്കുറിച്ച് ആലോചിക്കത്തില്ല. നമ്മൾ തന്നെ അവരിങ്ങനെ ചെയ്തില്ല, ഇവരിങ്ങനെ ചെയ്തില്ല, അവരങ്ങനെ പറഞ്ഞല്ലോ, എന്നെ അവർ കളിയാക്കില്ല, എന്നെ നോക്കി കളിയാക്കില്ല, എൻ്റെ മുടി പൊഴിയുന്ന നോക്കി ചിരിച്ചല്ലോ. അവരാ ചിരിച്ചിട്ട് അവരങ്ങ് മറന്നു. അവളുടെ ഉദ്ദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തുക എന്നുള്ളതാണ്. അത് ആ കുത്ത് കൊള്ളാൻ അവിടെ നിന്ന് കൊടുക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് മൂവ് ഓൺ, വെളിയിൽ വരിക. ഓക്കെ, വെളിയിൽ വന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ലോകത്ത്. സ്കിൻ കെയർ ചെയ്യാനും ഹെയർ കെയർ ചെയ്യാനും അല്ലെങ്കിൽ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മൾ ആ ഒരു പോയിന്റിൽ കിടന്ന് തൂങ്ങുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ. ആ ഒരു പോയിന്റിനെ മാത്രം മാറ്റി വെച്ച് ഒരു 10 റീസൺസ് ജീവിക്കാൻ ഇപ്പുറത്ത് കിട്ടും. അത് എടുത്തുകൊണ്ട് മുന്നോട്ട് ഓടുക. ഓക്കെ, അപ്പോൾ ജീവിതം സ്വപ്നങ്ങൾക്ക് പിന്നാലെയുള്ള ഒരു ഓട്ടമാകട്ടെ. എന്നും ജീവിതം മനോഹരമാക്കിയെടുക്കുക. എല്ലാ ജീവിതം അങ്ങോട്ട് കിടക്കുന്ന ജീവിതം മനോഹരമാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഇന്നത്തെ ഒരു ഡേനെ മനോഹരമാക്കുക. നാളത്തെ ഒരു ഡേക്ക് മാത്രം വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുക. നമുക്ക് ഇന്നലകളെ മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നലകളുടെ നല്ല നല്ല ഓർമ്മകളുടെ കളക്ഷൻസിൽ നിന്ന് ഇന്നത്തെ ഓട്ടോഗ്രാഫ് നമ്മൾക്ക് എഴുതാം. നാളെ നമ്മൾക്കത് വായിച്ച് സന്തോഷിക്കാം. നാളെ നമ്മളുടെ ടൈമെല്ലാം നല്ലതാകും. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ജീവിതം മുന്നോട്ട് മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എന്നെയും നിങ്ങളുടെ കുട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും നിങ്ങൾ നമ്മളുടെ വിഭൂതി പ്രോഡക്റ്റിന് തരുന്ന ഒരു എന്താ അതിന് പറയുക, ഒരു ഐ ഡോണ്ട് നോ ദ വേ, അതിന് തരുന്ന ഒരു അംഗീകാരത്തിനും എല്ലാം തന്നെ ഞാൻ ഒരുപാട് താങ്ക്ഫുള്ളാണ്. ഒരുപാട് താങ്ക്ഫുള്ളാണ്. അപ്പോൾ വേറൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കുറേ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്ന ദിവസം നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ വേഗം കാണണ്ടേ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ ബ്യൂട്ടിഫുൾ കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സ്കിൻ കെയർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക. 7 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളൂ. 10 മിനിറ്റ് മാത്രം ഫേസിലിട്ടാൽ മതിയാവും. അധികം ഉരച്ച് തൊലി വൃത്തിയേടാക്കരുത്. പതുക്കെ ജെന്റിലായിട്ട് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ വീണ്ടും കാണുന്നിടം വരെ ടേക്ക് കെയർ.